തെരഞ്ഞെടുപ്പ് ഫലം ജനത്തിന്റെ വിജയമായി കാണുന്നതായി ഡോക്ടർ യോഹന്നാൻ മാർ ദിയോസ്കോറസ് മെത്രാപ്പൊലീത്ത. ഏതെങ്കിലും പാർട്ടിയുടെ വിജയമായി കാണുന്നില്ല. ജനങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ അധികാരം നിൽക്കില്ല എന്നതിന് തെളിവാണ് ഫലം. ജയിച്ചു വന്നത് UDF ആയതുകൊണ്ട് അവർക്ക് ക്രെഡിറ്റ് അവകാശപ്പെടാം. സഭയോ സംഘടനയോ സമുദായമോ അല്ല മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. മന്ത്രിസഭയിൽ സഭാ അംഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ ചില മികച്ച മന്ത്രിമാർ ഉണ്ടായിരുന്നു. കോവിഡ് പോലുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ തുടർഭരണത്തിന് സഹായമായി. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൽ എല്ലാം തകിടം മറിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞതെന്നും ബിഷപ്പ് പറഞ്ഞു. ജനത്തെ ആര് പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ജനത്തിൻ്റെ ഊഴം വരുമ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുമെന്നുള്ളതിൻ്റെ കറക്റ്റ് ഒരു വേ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. LDF, UDF, NDA ജയിച്ചു തോറ്റു എന്ന് പറയുന്നതിനപ്പുറമായി കേരളത്തിലെ ജനത്തിനൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിനൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് അവരെ ആരും ഒരിക്കലും പരാജയപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജയിച്ചു വരുന്നവർ പരാജയപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അധിക കാലം നിൽക്കുകയില്ല എന്നുള്ള ഒരടയാളമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണുന്നത്. ക്രെഡിറ്റ് ജനത്തിൻ്റെതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ തീർച്ചയായിട്ടും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ ജയത്തിന് വേണ്ടി. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ജനത്തിന് അവർ വിദ്യാഭ്യാസവും വിവരവും വിവേകമുള്ളവരാകുന്നു എന്ന് ചില സമയത്ത് തെളിയിക്കും. ഇപ്പം നിങ്ങൾ വന്ന് എന്നോട് ഇന്നാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യല്ല. അത് ജനത്തിൻ്റെ ഒരു രീതിയുണ്ട്. അവരനുഭവിക്കുന്ന സന്തോഷവും അവരനുഭവിക്കുന്ന വ്യതകളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയാണ് ജനം സാധാരണഗതി പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് വേണം കാണാൻ. ഓഫ് കോഴ്സ് ഇപ്പോൾ ജയിച്ചു വന്നത് UDF ആയതുകൊണ്ട് UDFലെ നേതാക്കന്മാർക്ക് ക്രെഡിറ്റ് ഏറ്റെടുക്കാം. പക്ഷേ അതിനപ്പുറമായി ഇത് ജനത്തിൻ്റെ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഏത് സർക്കാർ ഭരിച്ചാലും സഭയെ അവകാശപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കണം. കഴിഞ്ഞ 5 വർഷം ഏറെ വേദനാജനകമായ കാര്യങ്ങളുണ്ടായി. ആറന്മുളയിൽ ജനങ്ങൾ വിവേകത്തോടെയാണ് വോട്ട് ചെയ്തത്. MP മാർ മുഖ്യമന്ത്രിയാകുന്നതിൽ നിയമതടസ്സമില്ലെങ്കിലും MP മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു MP യുടെ പേര് ഉയർന്നു വരുന്നത് വിരോധാഭാസമാണെന്ന് മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു.